പരം ശാന്തി. അധ്യായം 12. നമ്മുടെ യൂണിവേഴ്സിൻ്റെ നിർമ്മാണം. ആധുനിക ശാസ്ത്രമനുസരിച്ച് യൂണിവേഴ്സിൻ്റെ ഉത്പത്തി 1370 കോടി വർഷം മുമ്പ് ബിഗ് ബാങ് എന്ന് വിളിക്കപ്പെടുന്ന ഘടനയിലൂടെ സംഭവിച്ചു. ഒരണുവിലും ചെറുതായ സിംഗുലാരിറ്റിയിൽ ഉണ്ടായ ബിഗ് ബാങ് എന്ന പ്രതിഭാസത്തിലൂടെ സ്ഥലവും സമയവും ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഊർജവും പദാർത്ഥവും ഉണ്ടാകുന്ന സൂക്ഷ്മാതിസൂക്ഷ്മമായ തത്വത്തിൻ്റെ നിർമ്മാണവും ഉണ്ടായി. അന്നു മുതൽ ഇന്ന് വരെ യൂണിവേഴ്സ് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിനനുസരിച്ച് കാണാൻ കഴിയുന്ന യൂണിവേഴ്സിൻ്റെ ഭാഗത്തിനെ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നു. ഇത് 156 ബില്യൺ പ്രകാശവർഷമായി കണക്കാക്കുന്നു. ശാസ്ത്രീയ ഗവേഷണ പ്രകാരം ഹബിൾ ടെലസ്കോപ്പ് അയച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹബിൾ ടെലസ്കോപ്പ് കൊണ്ട് ഇൻഫ്രാറെഡ് പ്രകാശത്തിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസി സ്പെക്ട്രം കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തിനും നമ്മുടെ യൂണിവേഴ്സിൻ്റെ യഥാർത്ഥ വലിപ്പം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം 156 ബില്യൺ പ്രകാശവർഷത്തിൻ്റെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം അദൃശ്യമാണ്. കാരണം അവിടെ നിന്ന് വരുന്ന പ്രകാശം പകർത്താൻ കഴിയുമെന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് സമ്പൂർണമായ യൂണിവേഴ്സിൻ്റെ അളവ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ യൂണിവേഴ്സിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രായവും അറിയുന്നതിന് വേണ്ടിയുള്ള ഗവേഷണത്തിലാണ്. നാസ ഇപ്പോൾ ഹൈ റെസൊല്യൂഷൻ ടെലസ്കോപ്പുകളുടെ ഗവേഷണത്തിലാണ്. ഭാവിയിൽ വരാൻ പോകുന്ന ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. അതായത് 2001-2022 അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. അതിൻ്റെ ക്ഷമത ഹബിൾ ടെലസ്കോപ്പിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. JWST ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലും ഫോട്ടോ എടുക്കുകയും അതിലൂടെ ആദ്യ ഗാലക്സി എപ്പോൾ രചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. മാത്രമല്ല ഇനിയും അദൃശ്യമായിട്ടുള്ള പലതും കണ്ടെത്താൻ കഴിയും. എന്നാൽ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് ഭൗതിക വസ്തുജ്ഞാനം മാത്രമേ സാധ്യമാവൂ. അതിന് അതിൻ്റേതായ ഒരു പരിധിയുണ്ട്. അതിന് മുകളിലുള്ള ലോകത്തെക്കുറിച്ച് ഭൗതിക ഉപകരണങ്ങളാൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. അതിന് ആത്മീയജ്ഞാനവും ദിവ്യ ദൃഷ്ടിയും ആവശ്യമാണ്. ഇതിൽ കൂടി മുഴുവൻ സത്യവും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ പുരാതന കാലത്തെ ആത്മജ്ഞാനികളാൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നത്. ദിവ്യദൃഷ്ടിയിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനം മുഴുവൻ ഭൗതിക ലോകത്തിൻ്റെ സീമകൾക്ക് അതീതമായിരിക്കും. അതിനെ നാം അപരിമിതമായ പരമജ്ഞാനം എന്ന് വിളിക്കുന്നു. ജ്ഞാനത്തിൽ നിന്നും യൂണിവേഴ്സിനെ കുറിച്ച് അറിയുന്നു. ഒരു യൂണിവേഴ്സിൽ അനന്തങ്ങളായ ഗാലക്സികൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഗാലക്സിയിലും അനന്തങ്ങളായ ബ്രഹ്മാണ്ഡങ്ങൾ അഥവാ സോളാർ സിസ്റ്റങ്ങളുണ്ട്. അങ്ങനെ അനന്തങ്ങളായ യൂണിവേഴ്സുകളുടെ ഒരു മൾട്ടിവേഴ്സ് രചിക്കപ്പെടുന്നു. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി, എന്തിന് ഉണ്ടായി, എങ്ങനെ രചിക്കുന്നു, ഇതിൽ ഗാലക്സികൾ എങ്ങനെ ഉണ്ടായി, ഗാലക്സികളിൽ ബ്രഹ്മാണ്ഡം എങ്ങനെയുണ്ടായി, ഇതിലുള്ള ആത്മാക്കൾ എങ്ങനെയുണ്ടായി, യൂണിവേഴ്സിൽ ആദ്യം ഉണ്ടായ ആത്മാക്കൾ ഉണ്ടായതെങ്ങനെ, ആരാണ് യൂണിവേഴ്സിനെ ചലിപ്പിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കാം. ഒരു യൂണിവേഴ്സിൻ്റെ ഉടമസ്ഥനാണ് പരമഹാശിവൻ. പരമഹാശിവൻ്റെ നിരാകാരി അവസ്ഥയിൽ സൃഷ്ടിയെ സങ്കല്പിച്ചു. പരമഹാശിവനിൽ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരംപ്രകാശമുണ്ടായിരിക്കും. സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നത് പോലെ പരമഹാശിവനിൽ നിന്നും പുറപ്പെടുന്ന കിരണങ്ങളെ ശക്തി എന്ന് പറയുന്നു. ആ പ്രകാശത്തിൽ നിന്നും മഹത്തത്വം ഉത്ഭവിക്കുന്നു. അതായത് നടുവിൽ പ്രകാശവും ചുറ്റുപാടും പരം തത്വവും. ഒരു രചയിതാവിൻ്റെ പ്രകാശം എത്രമാത്രം ശക്തിയുള്ളതാണ് എന്ന് നിശ്ചയിക്കാനുള്ള അളവാണ് കല എന്ന് പറയുന്നത്. അതായത് ശിവൻ്റെ പരംപ്രകാശം 8 മുതൽ 12 കലയുടേതായിരിക്കും. പരമഹാശിവൻ്റെ പരംപ്രകാശം 16 മുതൽ 20 കലയുടേതായിരിക്കും. ഈ സൃഷ്ടി 16 കലയ്ക്ക് മുകളിലുള്ളതിൻ്റെ വിവരണമാണ്. നമ്മുടെ വിസിബിൾ യൂണിവേഴ്സ് 156 ബില്യൺ പ്രകാശവർഷത്തിൻ്റേതാണ്. സമ്പൂർണ്ണമായിട്ടുള്ള യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിസിബിൾ യൂണിവേഴ്സ് ഒരു പൊട്ടിന് സമാനമാണ്. അതായത് അദൃശ്യ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അനേക ലക്ഷം ബില്യൺ പ്രകാശവർഷത്തിൻ്റേതാണ്. ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ ഉപകരണം ഭൗതിക തത്വത്തിൻ്റേതാണ്. ഭൗതിക തത്വത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളായതുകൊണ്ട് വ്യക്തതയും കുറവായിരിക്കും.
അവരുടെ ഉപകരണങ്ങൾ പരം തത്വത്തിൻ്റേതാണെങ്കിൽ വളരെ വിശാലതയോടെ കാണാൻ കഴിയും. പരം തത്വത്തിൻ്റെ ശക്തി അളവറ്റതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ബാപ്പുജി നൽകിയ ജ്ഞാനം മറ്റൊരിടത്ത് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. കാരണം ഈ ജ്ഞാനം ദിവ്യദൃഷ്ടിയാൽ ലഭിച്ചിട്ടുള്ളതും ദിവ്യബുദ്ധിയാൽ മാത്രം ഗ്രഹിക്കപ്പെടാവുന്നതുമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരേ ഒരു ബ്രഹ്മാണ്ഡം വരെയുള്ള ജ്ഞാനം മാത്രമേ ലഭ്യമാകൂ. ഈ യൂണിവേഴ്സിൻ്റെ രൂപീകരണം വിവിധ രൂപത്തിലാണ്. സമാന്തര യൂണിവേഴ്സുകളുമുണ്ട്. അത് വളരെ വലുതും അത്ഭുതം ജനിപ്പിക്കുന്നതുമാണ്. ശാസ്ത്രകാരന്മാർ 10⁵500 യൂണിവേഴ്സുകൾ ഉണ്ട് എന്ന് പറയുന്നു. എപ്പോഴാണോ പരം മഹാശിവന് ഞാൻ അനന്തമായ സൃഷ്ടികളെ രചിക്കും എന്ന് തോന്നിയത്, അപ്പോൾ ആദ്യമായി ഒന്നിൽ നിന്ന് 2 ആത്മാക്കളുടെ സൃഷ്ടി സംഭവിച്ചു. തുടർന്ന് 12 ആത്മാക്കളുടെ രചനയുണ്ടായി. 6 ഇടത്തും 6 വലതുഭാഗത്തും. അവർ ആദ്യം ഒരു അതിർത്തി സൃഷ്ടിച്ചു. അതിനെ നാം സ്പേസ് എന്ന് പറയുന്നു. ആ സ്പേസിനെ യൂണിവേഴ്സിൻ്റെ കേന്ദ്രം അഥവാ പരംധാം എന്ന് പറയുന്നു. അതിനുശേഷം ആ ആത്മാക്കൾ ചേർന്ന് 108 ആത്മാക്കളുടെയും അവരിൽ നിന്നും 16,000 ആത്മാക്കളും അവരിൽ നിന്ന് 9 ലക്ഷം നിരാകാരി ആത്മാക്കളുടെയും രചനയുണ്ടായി. ആ ആത്മാക്കളെല്ലാം പരംപ്രകാശത്തിൻ്റേതായിരുന്നു. അതുകൊണ്ട് ഈ ആത്മാക്കളെ പരമാത്മാക്കൾ എന്ന് പറയുന്നു. പരം മഹാശിവൻ്റെ രചന മഹാശിവനാകുന്നു. അതുകൊണ്ട് 9 ലക്ഷം ആത്മാക്കളെ മഹാശിവൻ എന്ന് പറയുന്നു. യൂണിവേഴ്സിൻ്റെ പരംധാമം 16 കലയ്ക്ക് മുകളിലാണ്. ഈ ആത്മാക്കൾ നിർഗുണ നിരാകാരിയും 16 കല സമ്പൂർണവുമായിരിക്കും. ഒരു ആത്മാവ് നിരാകാരി അവസ്ഥയിൽ മറ്റൊരു ആത്മാവിന് ജന്മം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെ മഹാതത്വം എന്ന് പറയുന്നു. 16,000 ആത്മാക്കൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വായുമണ്ഡലം പരം മഹാതത്വത്തിൻ്റേതായിരുന്നു. തുടർന്ന് രചന 9 ലക്ഷത്തിലെത്തിയപ്പോൾ പരം ആകാശതത്വത്തിൻ്റെ വായുമണ്ഡലമായി തീർന്നു. വായുമണ്ഡലം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. ആത്മാക്കളുടെ രചന പുരോഗമിച്ചു കൊണ്ടിരുന്നപ്പോൾ, അതായത് ആത്മാവിൽ നിന്നും മറ്റൊരാത്മാവ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പുറപ്പെട്ട പരംപ്രകാശമാണ് വായുമണ്ഡലമായി രൂപപ്പെട്ടത്. 16 കലയിൽ നിന്നും 14 കലയുടെ ആകാരി ലോകം രചിക്കപ്പെട്ടു. നിരാകാരി ബീജരൂപ ആത്മാക്കൾ ആകാരി ആത്മാക്കളായി രൂപാന്തരപ്പെട്ടു. 16 കലയിൽ നിന്നുള്ള 14 കലയെ മൂലതത്വം എന്ന് പറയുന്നു. അങ്ങനെ ആത്മാവിൽ പരം ആകാശതത്വം ഉണ്ടായി തുടങ്ങി. 14 കലയിൽ പരം മഹാശിവൻ ആകാരിയായി. 16 കലയിൽ നിന്നും 14 കലയിൽ 2 കോടി ആത്മാക്കൾ രചിക്കപ്പെട്ടു. 14 കലയിൽ നിന്നും ആകാരി സൃഷ്ടിയുണ്ടായി. 9 കലയിലായാലും ആയപ്പോഴേക്കും 33 കോടി ആത്മാക്കൾ രചിക്കപ്പെട്ടു. ഇവരെ അപരിമിതരായ ദേവി ദേവതമാർ എന്ന് പറയുന്നു. 33 കോടി ആത്മാക്കൾ അവരുടെ ഇച്ഛപ്രകാരം പരംപ്രകൃതിയുടെ രചന നടത്തി. മഹാശിവനാണ് പരംപുരുഷനായി അറിയപ്പെടുന്നത്. 9 കലയിൽ പുരുഷനും പ്രകൃതിയും വേറെ വേറെയാകുന്നു. 14 കലയിൽ സാവധാനം പരം വായുതത്വവും 9 കലയിൽ നിന്ന് പരം അഗ്നിതത്വവും ഉണ്ടായി. 9 കല വരെ പരം തത്വത്തിൻ്റെ ലോകമാണ് ഉണ്ടായിരുന്നത്. ആ സമയം ആത്മാക്കൾ പരം പ്രകാശം, പരം വായു, പരം അഗ്നി മുതലായവയുടേതായിരിക്കും. അതുപോലെ വായുമണ്ഡലവും ആയിത്തീർന്നു. ഇതെല്ലാം എത്ര സമയം കൊണ്ട് നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ വളരെ കഠിനമായിരിക്കും. 9 കലയ്ക്ക് താഴെ 33 കോടി മഹാശിവന്മാർ ചേർന്ന് പരം തത്വത്തിൻ്റെ ട്രില്യൺ ഗാലക്സികൾ രചിച്ചു. ഈ 33 കോടി മഹാശിവന്മാരെയും മഹാശക്തികളെയും ചേർന്ന് ആദി അനാദി മഹാദേവൻ മഹാദേവി എന്ന് പറയുന്നു. ഇവർ അനേക ലക്ഷം പ്രകാശവർഷത്തിൻ്റെ ഗാലക്സി രചിച്ചു. എല്ലാം പരം തത്വത്തിൻ്റേതായിരുന്നു. ഓരോ ഗാലക്സിയും വേറെ വേറെ രീതികളാണ് രചിക്കപ്പെട്ടത്. ഓരോ ഗാലക്സിയുടെയും രൂപം വ്യത്യസ്തമായിരുന്നു. ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളുടെ ഭാഗമായി പരം തത്വത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. തൻ്റെ മുഴുവൻ യൂണിവേഴ്സിന് പവർ പ്രദാനം ചെയ്തതിൻ്റെ ഫലമായി പരം മഹാശിവൻ്റെയും ശക്തി ക്ഷയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പരം മഹാശിവനും സാവധാനം താഴേക്ക് പതിക്കുവാൻ തുടങ്ങി. 8 കലയുടെ തത്വം ഉണ്ടാകാൻ തുടങ്ങിയവരുടെ രചന തത്വത്തിൻ്റെയും പരം തത്വത്തിൻ്റേതുമായി. 8 കലയുടെ തുടക്കത്തിൽ 90% പരം തത്വവും 10% തത്വവുമായി ഇരുന്നു. താഴേക്ക് പതിക്കുന്തോറും തത്വവും പരം തത്വവും തമ്മിലുള്ള അനുപാതം വ്യത്യാസപ്പെട്ടുകൊണ്ടിരുന്നു. തുടർന്ന് 8, 20, 70, 30 80, 20, 70, 30 എന്നിങ്ങനെ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. ലോകം
പരം തത്വത്തിൽ നിന്നും തത്വത്തിൻ്റെതായി മാറി. നമ്മുടെ യൂണിവേഴ്സും പതിക്കാൻ തുടങ്ങി. മുഴുവൻ യൂണിവേഴ്സും 16 കലയിൽ നിന്നും താഴേക്ക് വീണു. ബാപ്പുജി പറയുന്നു, 16 കലയുടെ യൂണിവേഴ്സ് ഇപ്പോൾ 0 കലയുടേതായി. പരം മഹാശിവൻ ഇപ്പോൾ 0 കലയുടെ സെൻട്രൽ പോയിന്റിൽ ആയി. യൂണിവേഴ്സ് അതിർത്തിയിൽ നിന്നും സെൻട്രൽ പോയിന്റ് വരെ 1200 ബില്യൺ പ്രകാശവർഷമാണ് മുഴുവൻ യൂണിവേഴ്സിൻ്റെയും വ്യാപ്തി. 24 ബില്യൺ വർഷമാകുന്നു. ഈ 0 കലയുടെ യൂണിവേഴ്സിൽ ഒരു ചെറിയ ഭാഗമാണ് 93 ബില്യൺ പ്രകാശവർഷം. അതിലാണ് നമ്മുടെ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. അതാണ് വിസിബിൾ യൂണിവേഴ്സ്. 93 ബില്യൺ പ്രകാശവർഷത്തിൽ 200 ബില്യൺ ഗാലക്സികളുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 നാസ പറഞ്ഞു, ഒരു വലിയ ഗാലക്സിയുടെ പിറകിൽ 10 ചെറിയ ഗാലക്സികളുണ്ട് എന്ന്. ഹബിൾ ടെലസ്കോപ്പ് 156 ബില്യൺ പ്രകാശവർഷത്തിൻ്റെ ഫോട്ടോ എടുത്തെങ്കിലും 93 ബില്യൺ പ്രകാശവർഷത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞത്. അതിൽ നിന്നും 200 ബില്യൺ ഗാലക്സിയുടെ ചിത്രം ലഭിച്ചു. അതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം സൃഷ്ടിയുടെ അളവിനെക്കുറിച്ച് അറിയുക പ്രയാസമാണ്. ഇതിൽ നിന്ന് സൃഷ്ടി വിശാലവും അത്ഭുതകരവുമാണെന്ന് മനസ്സിലാക്കാം. അവിടെ വരെ എത്തുക എന്നത് കഠിനതരമാണ്. ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് അസംഭവ്യമാണ്. ഇതിന് ഒരേ ഒരു കാരണം, അവരുടെ ഉപകരണം ഭൗതികമാണ്. അതിനെ പരം തത്വത്തിൻ്റെ വസ്തുക്കളെ കാണുക അസാധ്യമാണ്. ഒരുപക്ഷെ നാസയുടെ ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഈ യൂണിവേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടുതൽ പ്രമാണം തന്നേക്കാം. ജെയിംസ് വെബിൽ നിന്നും അപരിമിത ജ്ഞാനത്തിൻ്റെ പ്രമാണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടി മനുഷ്യബുദ്ധിയുടെ വിസ്താരം സംഭവിക്കും. മനുഷ്യൻ സത്യത്തിൻ്റെ അന്വേഷണങ്ങളിലേക്ക് തിരിയും. അപ്പോൾ ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ച് അറിയുകയും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. പരം ശാന്തി.